ഗോതമ്പ് പൊടി കൊണ്ട് ഇതുപോലെ നല്ല ക്രാക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ സാധാരണ മുളക് പൊടിയായാലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ചെയ്താൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു അത്യാവശ്യം കട്ടിയുള്ള മാവ് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്സ സീസണിങ് ആണ് കുറച്ച് ചേർക്കുന്നത്. ഇതില്ലെങ്കിൽ നമ്മുടെ നല്ല ജീരകം അതായാലും ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഇത് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കണം. കിച്ചൺ മാറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടായാലും ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സീഡ്സിൻ്റെ മിക്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണൽ ആണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം വീണ്ടും ചപ്പാത്തി പലകയും കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ പ്രസ്സായിട്ട് ഇരുന്നോളും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അത് കട്ട് ചെയ്തെടുക്കണം. ഞാനങ്ങനെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ബേക്കിംഗ് പേപ്പറിലേക്ക് ഒരല്പം എണ്ണ തൂക്കിയിട്ട് ഇതെല്ലാം നമുക്കതിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് ഒരു 12 മിനിറ്റ്സ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 9 to 8 മിനിറ്റ്സ് ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈസി ക്രാക്കേഴ്സ് റെഡിയാണ്. ചായയുടെ കൂടെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ നിർബന്ധമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.